നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ്. നവോത്ഥാന കേരളത്തിൽ വനിതാ ദിനത്തിലും സ്ത്രീകൾക്ക് രക്ഷയില്ലെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. തലസ്ഥാന നഗരിയിൽ അർദ്ധരാത്രിയിൽ വനിതാ പൈലറ്റിനെ അപമാനിക്കാൻ ടാക്സി ഡ്രൈവർ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. ഹോട്ടൽ ലോബിയിൽ വണ്ടി കാത്തു നിൽക്കവേ അശ്ലീലാംഗ്യവും കിടപ്പറ പങ്കിടാൻ ക്ഷണിച്ചെന്നുമാണ് യുവതിയുടെ പരാതി. എയർ ഇന്ത്യയിലെ വനിതാ പൈലറ്റിനെയാണ് ടാക്സി ഡ്രൈവർ അപമാനിച്ചത്. ദില്ലി സ്വദേശിയാണ് വനിതാ പൈലറ്റ്. ഡ്രൈവറുടെ വണ്ടി നമ്പർ സഹിതം വലിതുറ പോലീസിന് യുവതി പരാതി നൽകിയിട്ടുണ്ട്. ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം ഉണ്ടായത്. താമസിക്കുന്ന ഹോട്ടലിന്റെ ലോബിയിൽ കമ്പനി വണ്ടിക്കായി കാത്തിരുന്ന പൈലറ്റിന് നേരെയാണ് ടാക്സി ഡ്രൈവർ അശ്ലീലാംഗ്യവും കൂടെ പോരാനുള്ള ക്ഷണവും നൽകിയത്. ഡ്രൈവറുമായി കൊമ്പുകൊടുത്ത പൈലറ്റ് വലിതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ വിശദമായി തന്നെ യുവതിയുടെ മൊഴി വലിതുറ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശ്ലീലാംഗ്യം കാട്ടിയത് ടാക്സി ഡ്രൈവർ തന്നെയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തന്നെ അപമാനിച്ച ടാക്സി ഡ്രൈവർ സഞ്ചരിച്ച വണ്ടിയുടെ നമ്പർ പരാതിക്കൊപ്പം പൈലറ്റ് കൈമാറിയിട്ടുണ്ട്. വനിതാ പൈലറ്റിന്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി വലിതുറ SI രാജൻ മറുനാടനോട് പ്രതികരിച്ചിട്ടുണ്ട്. നമ്പർ ഉള്ളതിനാൽ ഡ്രൈവറെ കൊടുക്കാൻ പ്രയാസം വരില്ലെന്നാണ് SI പറയുന്നത്. ഡ്രൈവർ ഉടൻ തന്നെ അറസ്റ്റിലായേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ പരാതി നൽകിയ വനിതാ പൈലറ്റ് തിരുവനന്തപുരത്ത് തന്നെ തങ്ങുന്നുമുണ്ട്. അതിനാൽ പെട്ടെന്ന് തന്നെ ഡ്രൈവറെ പിടികൂടാനാണ് പോലീസ് ഒരുങ്ങുന്നത്. തന്നെ അപമാനിച്ച ഡ്രൈവറെ പിടികൂടാത്ത ഒരു സാഹചര്യത്തിൽ താൻ ഒരിക്കലും ഇവിടെ നിന്ന് മടങ്ങില്ല എന്നൊരു നിലപാടിലാണ് യുവതി എന്നും അറിയുന്നു. തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ സെക്കൻഡ് പൈലറ്റായാണ് യുവതി എത്തിയത്. വലിതുറ പോലീസ് വിമാനത്താവളത്തിലെത്തി CCTV ക്യാമറകൾ പരിശോധിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവറെ കണ്ടാൽ അറിയാമെന്നാണ് യുവതി പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ പൈലറ്റാണ് ദില്ലി സ്വദേശിയായ യുവതി. ഇവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് വിമാനത്താവള അധികൃതരും എയർ ഇന്ത്യയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ വനിതാ പൈലറ്റിനെ അപമാനിച്ച ടാക്സി ഡ്രൈവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസിനെ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഇക്കാര്യം അവർ സ്ഥിരീകരിക്കുന്നില്ല. അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്നാൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് വനിതാ പൈലറ്റ് പറയുന്ന ഡ്രൈവർ വിമാനത്താവളത്തിലേതാണോ അതോ പുറത്തു നിന്നുള്ള ഒരു ഡ്രൈവറാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എത്രയും വേഗം ഇയാളെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്.